നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹനുമാൻ അശോകവനത്തിലൊരു മരത്തിലിരിക്കുകയാണ് സീതയെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ സീത വരുന്നു. സീതയുടെ കൂടെ കുറേ രാക്ഷസിമാരും ഉണ്ട്. സീത അവിടെ വന്ന് ഒരു മരത്തിൻ്റെ കീഴിലിരിക്കുകയാണ്. അപ്പോൾ ഈ രാക്ഷസിമാർ ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ വിചാരിക്കുകയാണ്, എങ്ങനെ ഞാൻ സീതാദേവിയോട് സംസാരിക്കും? എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഒരു രീതിയിലും എനിക്ക് സീതാദേവിയുടെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ലല്ലോ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹനുമാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സീതാദേവിയെ. സീതാദേവി മുഷിഞ്ഞ വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത്, ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ളത് മനസ്സിലായി, വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ അതിസുന്ദരിയാണ് സീതാദേവി. വല്ലാതെ ഒരു പ്രഭയാണ് ദേവിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഹനുമാൻ വിചാരിക്കുകയാണ്, ശരിയാ, ശ്രീരാമചന്ദ്രന് ചേർന്ന ഭാര്യ തന്നെയാണ് സീതാദേവി എല്ലാ രീതിയിലും എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഹനുമാൻ. അത് കഴിഞ്ഞ് ഹനുമാൻ എങ്ങനെ ചെയ്യും, എങ്ങനെ സീതാദേവിയുടെ അടുത്തെത്തും, എങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ വിവരം സീതാദേവിയുടെ അടുത്ത് എത്തിക്കും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഹനുമാൻ. അപ്പോൾ നോക്കുമ്പോൾ രാവണൻ വരുന്നതാണ്. അപ്പോൾ രാവണൻ എണീറ്റ ഉടനെ തന്നെ രാവണന് സീതയെ കാണണമെന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ സീതയുടെ അടുത്തേക്ക് വരികയാണ്. എത്തിയിട്ട് സീതയുടെ അടുത്തെത്തി പറയുകയാണ്, സീതയെ, ഇത്രയും നാളായില്ലേ, ഇനി നിനക്ക് എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചുകൂടെ? രാമൻ എന്തായാലും വരാൻ പോകുന്നില്ല. ഒരു കാരണവശാലും രാമൻ നിന്നെ അന്വേഷിച്ചാൽ പോലെ ഒരിക്കലും അവൻ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എന്നെ ആർക്കും കൊല്ലാനും പറ്റില്ല. നിനക്ക് എന്നെ സ്വീകരിച്ചുകൂടെയും ചോദിക്കുകയാണ്. അപ്പം സീത പറയും, ഒരു കാരണവശാലും എനിക്ക് നിന്നെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല. എനിക്ക് എൻ്റെ രാമൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എൻ്റെ ജീവിതത്തിൽ രാമനല്ലാതെ വേറൊരാണിനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരിക്കലും നിന്നെ എൻ്റെ ഭർത്താവായിട്ട് ഞാൻ കാണില്ല, നിന്നെ ഞാൻ അംഗീകരിക്കില്ല ഭർത്താവായിട്ട് പറയുകയാണ്. അപ്പോൾ രാമൻ ഇങ്ങനെ പലതും പറയുകയാണ്. ഞാൻ അതികേമനാണ്, എന്നെ ദേവന്മാർക്ക് വരെ പേടിയാണ്, 3 ലോകങ്ങളും എൻ്റെ കാൽ കീഴിലാണ്, ഞാൻ നിന്നെ പൊന്നുകൊണ്ട് മൂടും, ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്ഞിയായിട്ട് നിനക്ക് ജീവിക്കാം, നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, അങ്ങനെ ഇങ്ങനെ ഓരോന്നും പറയുകയാണ്. അപ്പോൾ സീത പറയുകയാണ്, മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് വരുന്നത് ഒരു രാജാവിനും ചേർന്ന രീതിയല്ല. അപ്പോൾ രാവണൻ പറയാം, ഞങ്ങൾക്ക് രാക്ഷസന്മാർക്ക് അങ്ങനെയില്ല, ഞങ്ങൾക്ക് മറ്റൊരാളുടെ ഭാര്യയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കേമത്വം കാണിക്കുന്ന പോലെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കേമനാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. സഹി കെടുകയാണ്. സീത പറയുന്നത്, എനിക്ക് രാമനല്ലാതെ വേറെ ആരുമില്ലെന്ന് പറഞ്ഞില്ല, എത്ര തവണ പറയണം, ഒരിക്കലും ഞാൻ നിന്നെ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയുകയാണ്. വീണ്ടും ഇപ്പോൾ രാവണൻ പറയുകയാണ്, ഞാൻ നിന്നെ വേണമെങ്കിൽ എനിക്കിപ്പം നിന്നെ തൊടാം, പക്ഷെ ഞാൻ നിന്നെ തൊടുന്നു കൂടില്ല, നിന്റെ അനുവാദമില്ല നിന്റെ ശരീരത്തിൽ തൊടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിനക്ക് അതിൽ നിന്ന് മനസ്സിലായിക്കൂടെ എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ സീത പറയാണ്, നിനക്ക് അതുകൊണ്ടൊന്നും അല്ല നീ എന്നെ തൊടാത്തതെന്ന് എനിക്കറിയാം, നിനക്ക് അങ്ങനത്തെ ഒരു സ്നേഹമൊന്നുമില്ല, നിനക്ക് എന്നെ കീഴ്പ്പെടുത്തണം, അത്രയേ ഉള്ളൂ, അല്ല നിനക്ക് ആത്മാർത്ഥ സ്നേഹമൊന്നും അല്ല എൻ്റെ അടുത്തുള്ളത്. എനിക്ക് എൻ്റെ രാമനാണ് എന്നോട് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളത്, രാമനല്ലാതെ വേറെ ആരും എനിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ സീതാദേവി രാവണനോട് പറയുന്നുണ്ട്, എൻ്റെ രാമൻ സാധാരണ ഒരു മനുഷ്യനല്ലെന്ന് നിനക്കറിയില്ലേ, 14,000 രാക്ഷസന്മാരെയും ഖരദൂഷണന്മാരെയും എല്ലാവരെയും രാമൻ കൊന്നതാണ്. നിന്നെ നിഷ്പ്രഭം അദ്ദേഹം ഇല്ലാതാക്കും, നീ നിൻ്റെ അന്ത്യത്തിനെയാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ സീത പറയാണ്, വേണമെന്ന് വെച്ചാൽ എനിക്കിപ്പം നിന്നെ ഭസ്മമാക്കാൻ പറ്റും, പക്ഷെ ഞാനത് ചെയ്യാത്തത് എൻ്റെ രാമന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, രാമൻ വന്ന് നിന്നെ കൊല്ലണം, അതാണ് എൻ്റെ ആഗ്രഹം, അപ്പോൾ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയെന്ന് പറയാണ്. രാവണൻ അങ്ങ് വല്ലാണ്ട് ദേഷ്യം വരും. രാവണൻ സ്നേഹത്തിലൊന്നും പറഞ്ഞിട്ട് ഒരു രീതിയിലും സീതയെടുത്ത് നടക്കുന്നില്ലെന്ന് മനസ്സിലാവുകയാണ്. അതാണ് രാവണൻ പറയാം, ഇനി 2 മാസവും കൂടിയേ നിനക്കുള്ളൂ, ആ 2 മാസത്തിനുള്ളിൽ നീ എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു തിന്നുമെന്ന് പറയുകയാണ്. അപ്പോൾ സീതയ്ക്ക് ഒന്നും കേട്ടൊരു വിലയില്ല, സീത കാര്യമാക്കുന്നുകൂടിയില്ല. സീത പറഞ്ഞാൽ, എന്താ വെച്ചാൽ നീ ചെയ്തോ എന്ന് പറയാണ്. എന്നിട്ട് രാക്ഷസിമാരോട് പറയും, എങ്ങനെയും ഇവളെ വശത്താക്കി എടുക്കണം, ഇവൾക്ക് സ്വർണം കൊടുത്തോ വസ്ത്രം കൊടുത്തോ ആഹാരം കൊടുത്തോ എങ്ങനെയാണെങ്കിലും ഇവളെ വശത്താക്കി എടുക്കണം, ഇവളെ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ് രാക്ഷസിമാരോട്. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറയാണ്. എന്നിട്ട് രാവണൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഹനുമാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹനുമാന് മനസ്സിലാവുകയാണ്, അത്രയ്ക്ക് സ്നേഹമാണ് സീതയ്ക്ക് രാമനോട്, അത്രയ്ക്കും വിധേയത്വമാണ് ശ്രീരാമനോട് സീതയ്ക്കെന്ന് മനസ്സിലാവുകയാണ്. ശ്രീരാമചന്ദ്രനാണ് തൻ്റെ എല്ലാം എന്ന് പറഞ്ഞാണ് സീത ഇരിക്കുന്നത്, അതുപോലെ തന്നെ സീതയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഒന്നിപ്പിക്കുക തന്നെ വേണം എന്ന് ഹനുമാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ സീതാദേവിയുടെ അടുത്ത് കാര്യം അറിയിക്കും? കാരണം ഇപ്പോൾ ഹനുമാൻ നേരെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സീതാദേവി പേടിച്ച് കരയും. അത് കരഞ്ഞു കഴിഞ്ഞാൽ രാക്ഷസിമാർ ശ്രദ്ധിക്കും ഞാൻ കൊണ്ടെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ താഴെ ഈ മരത്തിൻ്റെ താഴെയായിട്ട് രാക്ഷസിമാർ സീതയെടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുക, നിനക്ക് സ്വർണം തരും, ഭക്ഷണം തരും, വസ്ത്രങ്ങൾ തരും, നീ നിനക്ക് രാവണനെ വിവാഹം കഴിച്ചാൽ ശ്രീരാമനൊന്നും ഇനി വരാൻ പോകുന്നില്ല, ചിലപ്പോൾ ശ്രീരാമൻ മരിച്ചു പോയി കാണും, നിനക്ക് രാവണനെ വിവാഹം കഴിച്ചാൽ സുഖമായിട്ട് ഇവിടെ ജീവിച്ചൂടെന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ സീത പറയും ഇല്ല, ഞാൻ മരിക്കുന്നവരെ എൻ്റെ ഭർത്താവ് ശ്രീരാമൻ മാത്രമായിരിക്കും, എനിക്ക് വേറെ ആരും വേണ്ടാന്ന് പറയാണ്. അപ്പോൾ രാക്ഷസിമാർക്ക് ദേഷ്യം വരും. അപ്പോൾ അവർ പറയും രാവണനെ ഇവൾ അർഹിക്കുന്നില്ല, അതാണ്. ഇവർ പറയാം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവളെ കൊന്നു തിന്നാം. അപ്പം രാവണൻ എന്തായാലും എതിർത്തൊന്നും പറയാൻ പോകുന്നത്, നമുക്ക് ഇവളെ കൊല്ലാം, ഇവളെ കൊന്ന് നമുക്ക് തിന്നാന്ന് പറയാണ്. എന്നിട്ട് അവർ പറയാം നമുക്ക് കുറച്ച് സോമരസം നമുക്ക് എടുത്തുകൊണ്ട് വരാം, നമുക്ക് അത് കുടിച്ചിട്ട് ഇവളെയും കൂടി കൊന്നു തിന്നാന്ന് പറയാം. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഒരു പ്രായമായ ഒരു രാക്ഷസിയുണ്ട്. അവർ ഉറങ്ങുമായിരുന്നു അത്ര നേരം. അവർ പെട്ടെന്ന് ചാടി എണീക്കും. അവരുടെ പേര് ത്രിജട എന്നാണ്. ത്രിജട പറയും വിഡ്ഢിത്തരം പറയരുത്, ഒരു കാരണവശാലും സീതയെ ആരും ഉപദ്രവിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കാതെ എന്താ, ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ ഒരു ആനപ്പുറത്ത് രാമനും ലക്ഷ്മണനും സീതയും കൂടി വരികയാണ്. ഈ ലങ്ക മുഴുവൻ നശിപ്പിക്കും. അവർ നശിപ്പിച്ചിട്ട് രാവണന്റെ തലമുടി മുഴുവൻ വടിച്ചു കളഞ്ഞ് രാവണനെ ഒരു മൊട്ടത്തലയാക്കി നിർത്തിയേക്കുകയാണ് ശ്രീരാമൻ. എന്നിട്ട് രാവണന്റെ പുഷ്പവിമാനത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി പോകുന്നതായിട്ടാണ് കണ്ടത്. രാവണൻ എന്നിട്ട് എണ്ണ കുടിക്കുകയാണ്. എണ്ണ കുടിച്ചു കഴിഞ്ഞ് രാവണനെ ചെളിയിൽ കൂടി ഒരു സ്ത്രീ, ചുവന്ന വസ്ത്രം ഉടുത്ത സ്ത്രീ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എല്ലാ രാക്ഷസന്മാരെയും ശ്രീരാമൻ നശിപ്പിച്ചു. ഇതാ ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ ശ്രീരാമൻ നമ്മളെ ഉപദ്രവിക്കില്ല. ഞാൻ ഈ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെറുതെ ശ്രീരാമൻ്റെ ദേഷ്യം നമ്മളിലേക്ക് വരുത്തി വെക്കേണ്ട, സീതയുടെ നല്ല രീതിയിൽ നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ സീത പറയും എൻ്റെ നല്ല രീതിയിൽ നിന്നാൽ ശ്രീരാമൻ്റെ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് സീത പറയുകയാണ്. അപ്പം പിന്നെ രാക്ഷസന്മാർക്കൊക്കെ ഒന്ന് പേടി, അവരൊക്കെ വേഗം മാറിയിരിക്കുകയാണ് സീത അടുത്തുനിന്ന്. ഉപദ്രവിക്കുന്നൊന്നുമില്ല, അവർ മാറി ഇങ്ങനെ ദൂരെ മാറിയിരിക്കുക. അപ്പോൾ ഹനുമാൻ വേഗം ഒരു പാട്ട് പാടാൻ തുടങ്ങും പതുക്കെ. അത് ശ്രീരാമൻ്റെ കഥയാണ്. ദശരഥന് ജനിച്ചു, ദശരഥപുത്രനായ ശ്രീരാമൻ്റെ കഥ, ഇവരുടെ ജീവിതകഥ മുഴുവൻ ഹനുമാൻ ഇരുന്ന് പാടുകയാണ്. അപ്പോൾ സീത ഇത് കേട്ട് സീത ചുറ്റും നോക്കുക, 4 പാടി നോക്കിയത് എവിടുന്ന് ഈ പാട്ട്. ഒരു വാനരനെ കാണാം, വാനരനായിരുന്നു പാടുന്നത്. അപ്പോൾ ഈ വാനരൻ ആരാ, ഇതെങ്ങനെ ഞങ്ങളുടെ കഥകൾ മുഴുവൻ അറിയാം, ഇത് ചിലപ്പോൾ ഇനി രാവണൻ അയച്ചതാണോ, രാവണൻ വേഷം മാറി വന്നതായിരിക്കും വേണമെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ഹനുമാൻ താഴെ മുമ്പിലിറങ്ങി വന്നിട്ട് സീതാദേവിയുടെ മുമ്പിൽ എത്തിയിട്ട് പറയാം ഞാൻ അഞ്ജനയുടെയും കേസരിയുടെയും പുത്രനായ ഹനുമാനാണ്, ഞാൻ വായുവിൻ്റെ മാനസപുത്രനാണ്, ശ്രീരാമചന്ദ്രൻ അയച്ചതാണ് എന്നെ എന്ന് പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.